തെളിവായിട്ട് അവർ പറഞ്ഞു സൂറത്ത് യൂനുസിലെ ഇല്ലാ റഹ്മത്തുൽ ആലമീൻ എന്ന ആയത്തിൽ റഹ്മത്ത്, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ റഹ്മത്തായി ലോകത്തിന് വന്നു. ആ റഹ്മത്ത് തീർച്ചയായിട്ടും നമ്മളെ ആഘോഷിക്കണം, അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആഘോഷത്തിന് ഒരു തെളിവായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു വാദമാണ്. ഇതിന്റെ നിജസ്ഥിതി എന്താണ്? ഇവിടെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് കുൽ ബി ഫളില്ലാഹി വ ബി റഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഖൈറു മിമ്മാ യജ്മഊൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമെന്നാണ് ഇവിടെയുള്ള ഒരു വിഭാഗം ആളുകൾ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്ത് അള്ളാഹു തആല ഇറക്കി കൊടുത്തത് അള്ളാഹിന്റെ റസൂലിനാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു ആയത്തിറങ്ങിയാൽ നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞ ആയത്തിറങ്ങി, നബി നമസ്കരിച്ചു. ഹജ്ജ് ചെയ്യൂ എന്ന ആയത്തിറങ്ങി, നബി ഹജ്ജ് ചെയ്തു. സക്കാത്ത് കൊടുക്കൂ എന്നുള്ള ആയത്തിറങ്ങി, നബി സക്കാത്ത് കൊടുത്തു. നോമ്പ് നോൽക്കൂ എന്നുള്ള ആയത്തിറങ്ങി, നബി നോമ്പ് നോറ്റു. നബിദിനം ആഘോഷിക്കൂ എന്നുള്ള ആയത്തിറങ്ങിയിട്ട് നബി അത് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രശ്നമാണ് അവിടെ. അപ്പൊ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയിട്ട് എന്തേ നബി ആ അടിസ്ഥാനത്തിൽ മൗലിദ് ആഘോഷം നടത്താതെ പോയത്? അള്ള പറഞ്ഞത് കേൾക്കാത്ത ആളാണോ റസൂലുള്ള? അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാ പിന്നെ എന്താണ് അവിടുത്തെ വസ്തുത? ഈ സൂറത്ത് യൂനുസിൽ 58-ാം ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് പരിശോധിക്കുമ്പോൾ ഇതിന്റെ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തായാലും, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഉപദേശം വന്നിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശമനം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് നേർമാർഗം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അനുഗ്രഹം, മുഅ്മിനുകൾക്ക് അനുഗ്രഹം വന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ്. അതായത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി, നിങ്ങൾ ഖുർആനിന്റെ വാക്താക്കളായി അതിൽ നിങ്ങൾ സന്തോഷിച്ചോ. ചുരുക്കത്തിൽ നിങ്ങൾ മുഅ്മിനായതിന്റെ പേരിൽ വിശ്വാസിയായല്ലോ നിങ്ങൾ. ആ വിശ്വാസിയായതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചോ. വിശ്വാസിയാവുക എന്നുള്ളത് ലോകത്തെല്ലാം കിട്ടുന്നതിനേക്കാൾ വലുതാണെന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ നബിദിനാഘോഷത്തിന് സന്തോഷിക്കുക എന്നുള്ളത് ഈ ആയത്ത് പറയുന്നത് ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്നാണ്. നിങ്ങൾ സംഭരിച്ച വസ്തുക്കളെക്കാൾ ഏറ്റവും ഉത്തമമാണ് ജന്മദിനാഘോഷം എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് അപ്പടി നടപ്പാക്കുകയും ചെയ്യുമായിരുന്നു. നബി നടപ്പാക്കാതെ പോകില്ല. എന്നാൽ പിന്നെ എന്താണ് അവിടെ ഉള്ളത്? ഒരാൾ മുഅ്മിനായി അവന് ജീവിക്കാൻ കഴിയുക എന്നുള്ള അവസരം, ഒരു ഖുർആന്റെ വാക്താവായി എന്നുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുതാണ് മുഅ്മിനാവുക എന്നുള്ളത്. അതേ സ്ഥാനത്ത് ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ വലുതാണ് നബിദിനാഘോഷം എങ്കിൽ ആ വലിയ ഇബാദത്ത് നബി ചെയ്യേണ്ടതാണ്. നബി ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല, താബികളും ചെയ്തിട്ടില്ല. അപ്പൊ അവരാരും ചെയ്യാത്ത സ്ഥിതിക്ക് ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് കൃത്യമായും ഖുർആനിന്റെ ഈമാനിന്റെ വാക്താവാൻ സാധിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. ഇബ്നു ജരീർ തബരി ഈ ആയത്തിനെ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിൻ അഹ്ലിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിന്റെ ആളുകളായി എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തഫ്സീർ റൂഹുൽ മാനി, അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ മുഴുവൻ മുഫസ്സിറുകളും ഇതിനെ നമുക്ക് വിവരിച്ചു തരുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു മറ്റൊരിടത്ത് പറയാൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നിന്ന് വിശ്വാസികൾക്ക് രോഗശമനവും അനുഗ്രഹവുമായി ഖുർആനെ നമ്മൾ ഇറക്കും. ലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അക്രമികൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ ഖുർആനിനെ അല്ലാഹു തആല റഹ്മത്തി എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഒരു ഖുർആനിന്റെ ആളാവാൻ സാധിച്ചു, അതല്ലെങ്കിൽ ഒരു പ്രവാചകനിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനാവാൻ സാധിച്ചു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഇത്രയും വലിയ കാര്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ മറന്നുപോയി? നബിക്ക് ആയത്തിറക്കി എന്തിനാ? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് നാം ഖുർആൻ ഇറക്കിയത്, നിങ്ങൾ ജനങ്ങൾക്ക് നാം ഇറക്കി കൊടുത്ത ഖുർആനിനെ ജനങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ എന്തേ ഇതിൽ മൗലിദ് ഉണ്ട് എന്ന് നബി പറയാതെ പോയത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പ്രവാചകൻ ഇവിടെ നിർവഹിക്കാതെ പോയിരിക്കുക. മാത്രമല്ല നബിദിനത്തെ കുറിച്ച് രണ്ട് സമസ്തകളുടെയും വാദം, ഈ സമസ്ത പറയുന്ന ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് നബിദിനത്തിന്റെ രാത്രി, പ്രവാചകന്റെ ജന്മദിന രാത്രി ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്നാണ് ഈ ഔദ്യോഗിക സമസ്ത പറയുന്നത്.
എന്നാൽ AP സമസ്ത പറയുന്നത് ബലി പെരുന്നാളിനെക്കാണെയും ചെറിയ പെരുന്നാളിനെക്കാണെയും പുണ്യമുള്ള ആഘോഷമാണ് നബിദിനാഘോഷം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ആഘോഷമാണെങ്കിൽ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണാതെ പോയത്, സഹാബത്ത് കാണാതെ പോയത്? ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണെങ്കിൽ ആ ജന്മദിനത്തിന് എന്താണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്? നബി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താ നബി പഠിപ്പിച്ചിട്ടുള്ളത്? അന്ന് നോമ്പനുഷ്ഠിക്കാനാണ്. തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത് ഫീ ഉലിത്തു എന്നാണ്, അന്ന് എന്നെ പ്രസവിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ പ്രവാചകന്റെ ജന്മദിനത്തിന് നോമ്പനുഷ്ഠിക്കണമെന്ന് റസൂലുള്ളാഹി സഹാബത്തിന് സുന്നത്താക്കി പഠിപ്പിച്ചപ്പോൾ അന്ന് ബലി പെരുന്നാളിനെക്കാണെയും ചെറിയ പെരുന്നാളിനെക്കാണെയും വലിയ ആഘോഷമാക്കി ഇതിനെ മാറ്റാൻ തയ്യാറായാൽ എന്താണ് സംഭവിക്കുക? മുഹറം 10 നോമ്പ് റസൂലുള്ളാഹി സുന്നത്താക്കി തന്നു. കുറച്ച് ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, മൂസാ നബി ആ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സന്തോഷം ഞങ്ങൾ മുഹറം 10 പ്രകടിപ്പിക്കുകയാണ്, ഞങ്ങൾ ആഘോഷിക്കുകയാണെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ എന്താണ് അവരോട് നമുക്ക് പറയാനുള്ളത്? അത് തന്നെയാണ് പ്രവാചകന്റെ ജന്മദിനത്തിന്റെ അന്ന് നോമ്പ് സുന്നത്ത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ അല്ല, അന്ന് ആഘോഷം സുന്നത്ത് എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് കുറ്റം കിട്ടുന്ന കാര്യമാണ്, ഹറാമാണ്. നബി നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞ ദിവസം പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് ഇത് ക്രൂരമാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, ലാ യസീഉ അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ നിന്ന് തെറ്റുകയില്ല നാശകാരികളല്ലാതെ. ആ നാശകാരികളിൽ പെടുന്ന പ്രവണതയാണിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.